തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സർക്കാർ ഗവർണർ പോര് മുറുകും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരുടെ നിയമന കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും മന്ത്രി രാജീവും ഗവർണറുമായുള്ള അനുരഞ്ജന ചർച്ച പരാജയപ്പെട്ടു. ഗവർണറുടെയും സർക്കാരിന്റെയും നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരുടെ നിയമനങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായമുണ്ടാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. രണ്ടു കൂട്ടരും അവരുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. സജി ഗോപിനാഥനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസിയായി നിയമിക്കണമെന്നും ഔദ്യോഗിക കാര്യങ്ങളിൽ കാര്യക്ഷമതയില്ലാത്ത സർവകലാശാലയുടെ യശസ്സിനെ ബാധിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച സിസ തോമസിനെ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഏറ്റവും നിർണായകമായ സമിതികളിൽ വിദഗ്ധ അംഗമായി സിസ തോമസിനെ നിയമിക്കുകയും അവരുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുകയും ചെയ്ത ശേഷം അതേ വ്യക്തിയെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും വൈരുദ്ധ്യാത്മകമാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് കഴിഞ്ഞ ഒരു വർഷമായി സിസ തോമസിനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപരവുമായ വിവിധ സമിതികളിൽ നിയമിച്ചിട്ടുണ്ട്. ഈ നിയമനങ്ങൾ അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം, മാനേജീരിയൽ സത്യസന്ധത, നിഷ്പക്ഷമായ വിധിന്യായ പാടവം എന്നിവയിലുള്ള സർക്കാരിന്റെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവയുടെ സിഇഒമാരെ തിരഞ്ഞെടുക്കുന്ന സമിതി ഡിജിറ്റൽ പരിവർത്തനത്തിന് കേന്ദ്ര സ്ഥാനത്തുള്ള കേരള IT മിഷനിലെ ടെക്നോളജി ലീഡ്, കെ സ്പേസ്, ICFOSS, കെ-ഫോൺ തുടങ്ങിയ മറ്റ് പ്രധാന IT സ്ഥാപനങ്ങളിലെ സീനിയർ നേതൃതസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് ഡോക്ടർ സിസ തോമസിനെയാണ് സർക്കാർ നിയോഗിക്കുന്നത്. സംസ്ഥാനത്തിന്റെ IT മേഖലയിൽ ഏറ്റവും നിർണായകമായ നിയമനങ്ങളും സംഭരണ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് പൂർണ്ണമായ വിശ്വാസ്യതയും കഴിവും ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതേസമയം ഒരു യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നതിനുള്ള അവരുടെ യോഗ്യത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വ്യക്തമായ വൈരുദ്ധ്യമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സോഫ്റ്റ്വെയർ രംഗത്ത് മാത്രം 1000 കോടി രൂപയുടെ ചെലവ് കൈകാര്യം ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ CNAGയുടെ ആഡിറ്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പുരോഗമിക്കുമ്പോൾ സജി ഗോപിനാഥനെ തന്നെ വിസിയായി നിയമിക്കണമെന്ന സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയായ മുഖ്യമന്ത്രിയുടെ നിർബന്ധം സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി.